നല്ലൊരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. കുടംപുളിയെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല തിക്കാക്കിയിട്ട് തന്നെ കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. മീൻ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. തലയും മറ്റുള്ള ഭാഗങ്ങളും മീനിൻ്റെ നല്ല ഭാഗങ്ങളെല്ലാം വറുക്കാനായിട്ട് മാറ്റി വെച്ചു. മറ്റുള്ള ഭാഗങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇന്ന് കറി റെഡിയാക്കുന്നത്. അതിലേക്ക് ഒരു വലിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 കഷ്ണം കുടംപുളി ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകിയിട്ട് വേണം ഇളം ചൂടുവെള്ളത്തിലിട്ട് വെക്കാനായിട്ട്. കറി റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ കൂടുതൽ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ കറിക്ക് ഒരു കയ്പ്പ് രസം വരും. ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വലിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ അളവ് കൂടി പോകരുത്, അപ്പോൾ കറിക്ക് ഒരു മധുരം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വലിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതാണെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്താൽ മതി. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറി എത്രത്തോണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കണം. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോടുക്കനെ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം നല്ലപോലെ കുടംപുളീനെ കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാനായിട്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോഴാ കുടംപുളിയിൽ നിന്നുള്ള പുളിയെല്ലാം വെള്ളത്തിലോട്ട് ഒന്ന് ഊർന്നിറങ്ങും. ആ സമയത്ത് വേണം മീനിട്ട് കൊടുക്കാനായിട്ട്. മീനിട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പം നല്ല പോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 പച്ചമുളക് നേരത്തെ കീറി വെച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് നല്ലപോലെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചാൽ കറി റെഡിയായി കിട്ടും. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. കറിയിൽ ഉപ്പുണ്ടോ അതേപോലെ പുളിയുടെ കുറവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഈ സമയത്തെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇപ്പോൾ മീൻ കറി നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലപോലെ തിക്കായിട്ട് തന്നെ കറി വന്നിട്ടുണ്ട്. എപ്പോഴും മീൻ കറി ഉണ്ടാക്കുമ്പോൾ ലൂസ് ഒരു പരുവത്തിലെടുക്കാതെ കുറച്ച് നല്ല തിക്കാക്കിയിട്ട് മീൻ കറി ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴാണ് മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ കുടംപുളി ഇടുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ട് ഇളം ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ആ വെള്ളത്തോടുക്കനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴൊക്കെ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും. അതേപോലെ മീൻ കറി എപ്പോഴും നമ്മൾ ഉണ്ടാക്കി വെച്ച അന്ന് എടുക്കാതെ പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.